പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന അഫ്ഗാനിസ്ഥാനിലെ വടക്ക് കിഴക്കൻ പ്രവിശ്യയായ ബദഖ്ശാനിലെ യാഫ്തൽ ഇ പൈൻ ജില്ലാ ആസ്ഥാനം തങ്ങളുടെ നിയന്ത്രണത്തിലായതായി സായുധ താലിബാൻ വിരുദ്ധ സംഘം അവകാശപ്പെടുകയാണ്. താലിബാൻ അംഗങ്ങളെ നിരായുധരാക്കിയ ശേഷം ജില്ലാ ഭരണകൂടത്തിന്റെ കെട്ടിടം പിടിച്ചെടുത്തെന്നും സെപാഹിയാൻ ഇ മിഹാൻ, അതായത് മാതൃഭൂമിയുടെ സൈനികൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പുതിയതായി രൂപീകരിച്ച ഒരു സംഘത്തിന്റെ പതാക അവിടെ ഉയർത്തിയെന്നും വിവിധ അഫ്ഗാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാത്രിയിലുണ്ടായ ആക്രമണം താലിബാൻ അധികൃതർ സ്ഥിരീകരിച്ചെങ്കിലും അതിന്റെ ഗൗരവം കുറച്ചു കാണാനാണ് അവർ ശ്രമിച്ചത്. മണിക്കൂറുകൾക്കുള്ളിൽ സുരക്ഷാ സേന ജില്ലയുടെ നിയന്ത്രണം തിരിച്ചുപിടിക്കുകയും സംശയിക്കപ്പെടുന്ന പലരെയും അറസ്റ്റ് ചെയ്ത് ക്രമസമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തതായി ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. രാത്രിയിലുണ്ടായ ആക്രമണം താലിബാൻ അധികൃതർ സ്ഥിരീകരിച്ചെങ്കിലും അതിന്റെ ഗൗരവം കുറച്ചു കാണാനാണ് അവർ ശ്രമിക്കുന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ സുരക്ഷാ സേന വലിയ രീതിയിലുള്ള ഒരു വിന്യാസം ആ പ്രദേശത്ത് ഇപ്പോൾ നടത്തുകയാണ്. സംശയിക്കപ്പെട്ട പലരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്രമസമാധാനം തിരികെ കൊണ്ടുവരാനുള്ള ചർച്ചകളും ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. ഉപരോധം കുറച്ചു നേരം മാത്രമേ നീണ്ടു നിന്നുവെങ്കിലും സ്ഥിരീകരിക്കപ്പെട്ടാൽ 2021 ഓഗസ്റ്റിൽ താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു അഫ്ഗാൻ ജില്ലാ ആസ്ഥാനം താത്കാലികമായി അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ആദ്യ സംഭവമായി ഇത് മാറുമെന്നാണ് ഓൺലൈൻ വാർത്താ മാധ്യമമായ ദി കാബൂൾ ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്യുന്നത്. BBC ഉറുദു റിപ്പോർട്ട് പ്രകാരം സെപാഹിയാൻ ഇ മിഹാൻ എന്ന ഈ സംഘത്തെ നയിക്കുന്നത് ഖയൂ ഖാൻ മലക് ആണ്. അഫ്ഗാൻ നാഷണൽ ആർമിയിലെ മുൻ ഉദ്യോഗസ്ഥനായ ഇദ്ദേഹം ബദഖ്ശാനിൽ സ്വന്തം സായുധ സംഘം രൂപീകരിക്കുന്നതിന് മുമ്പ് അഹമ്മദ് മസൂദിന്റെ നാഷണൽ റെസിസ്റ്റന്റ് ഫ്രണ്ടിനൊപ്പം പോരാടിയിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ US പിന്തുണയുള്ള സർക്കാരിന്റെ കാലത്ത് US ഡെൽറ്റ ഫോഴ്സ് യൂണിറ്റുകൾക്കൊപ്പം പരിശീലനം നേടുകയും അവർക്കൊപ്പം ചേർന്ന് പോരാടുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ പിന്തുണ ഉണ്ടായിരുന്ന അഫ്ഗാൻ സർക്കാർ തകർന്നതിനെ തുടർന്ന് 2021 വീണ്ടും അധികാരത്തിൽ വന്നത് മുതൽ NRF, അഫ്ഗാൻ ഫ്രീഡം ഫ്രണ്ട് തുടങ്ങിയ സായുധ ചെറുത്തുനിൽപ്പ് ഗ്രൂപ്പുകൾ ഇടയ്ക്കിടെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും താലിബാൻ തങ്ങളുടെ പ്രാദേശിക നിയന്ത്രണം വലിയൊരു അളവോളം നിലനിർത്തി പോരുന്നുണ്ട്. ബദഖ്ശാൻ പ്രവിശ്യയിലെ ജില്ലാ ആസ്ഥാനത്ത് നടന്നതായി പറയപ്പെടുന്ന ഉപരോധം താലിബാൻ ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള വർഷങ്ങളിലെ വാർത്താ റിപ്പോർട്ടുകൾ ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ അക്കാലത്ത് താലിബാന്റെയോ മറ്റു സായുധ ഗ്രൂപ്പുകളുടെയോ നിയന്ത്രണത്തിലായിരുന്നു ഏതാനും ജില്ലകൾ. അത് കലാപകാലത്ത് കൈമാറിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു താലിബാൻ വിരുദ്ധ ഗ്രൂപ്പും ജില്ലാ ആസ്ഥാനത്ത് താത്കാലിക നിയന്ത്രണം പോലും പരസ്യമായി പ്രകടിപ്പിച്ചിട്ടിരുന്നില്ല. വടക്ക് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ പർവ്വത പ്രദേശമായ ബദഖ്ശാൻ, അതോടൊപ്പം തന്നെ താജിസ്ഥാൻ, ചൈന കൂടാതെ 1948 പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയ ഇന്ത്യയുടെ ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ എന്നിവയുമായി അതിർത്തി പങ്കിടുകയാണ്. തന്ത്രപ്രധാനമായ വഖാൻ ഇടനാഴി അഫ്ഗാനിസ്ഥാനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഫാക്ടറാണ്. അഫ്ഗാനിസ്ഥാനിലെ തഖാർ, പഞ്ചഷീർ, നൂരിസ്ഥാൻ എന്നീ പ്രവിശ്യകളുമായും ബദഖ്ശാൻ അതിർത്തി പങ്കിടുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.